നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെയും അന്താരാഷ്ട്ര തലത്തിലെയും വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി കടത്ത്, എയർപോർട്ട് ഡ്രഗ് ട്രാഫിക്കിംഗ് സമീപകാലത്ത് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. സ്വർണ്ണക്കടത്തിന് സമാനമായി വലിയ ലാഭം ലക്ഷ്യമിട്ടാണ് അന്താരാഷ്ട്ര ലഹരി മാഫിയകൾ വിമാനത്താവളങ്ങളെ പ്രധാന കടത്തു കേന്ദ്രങ്ങളാക്കുന്നത്. ഏതായാലും ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത, ക്വാലാലംപൂരിൽ നിന്ന് യാത്രക്കാരുമായി പറന്നുയർന്ന മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിന്റെ കോക്പിറ്റിൽ ഇരുന്നയാൾ സാധാരണക്കാരനായ ഒരു പൈലറ്റ് മാത്രമായിരുന്നില്ല, മറിച്ച് വൻകിട അന്താരാഷ്ട്ര ലഹരി സംഘത്തിന്റെ ഏജന്റ് കൂടിയായിരുന്നു. ഇന്തോനേഷ്യയിലെ ജക്കാർത്ത സുക്കോർണോ ഹത്ത അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയ 39-കാരനായ MS എന്ന മലേഷ്യൻ പൈലറ്റിനെയാണ് കസ്റ്റംസ് അധികൃതർ കയ്യോടെ പൊക്കിയത്. പരിശോധനയിൽ ഇയാളുടെ പക്കലുണ്ടായിരുന്ന ലഗേജിൽ നിന്ന് 70,000-ലധികം എക്സിറ്റ് ഗുളികകളും ഹാൻഡ് ബാഗേജിൽ നിന്ന് മെത്താഫെറ്റമൈനും കണ്ടെടുത്തു. യാത്രക്കാരെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കേണ്ട പൈലറ്റ് തന്നെ വലിയ അളവിൽ ലഹരി വസ്തുക്കൾ വിമാനത്തിൽ കടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് വ്യോമയാന മേഖലയാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ എക്സ്റേ സ്കാനിങ്ങിലാണ് സ്യൂട്ട് കേസിനുള്ളിൽ 14 പാക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന 26 കിലോയോളം വരുന്ന മയക്കുമരുന്ന് കണ്ടെത്തിയത്. വൻ തുക പ്രതിഫലം വാഗ്ദാനം ചെയ്ത അന്താരാഷ്ട്ര ക്രിമിനൽ സംഘത്തിന് വേണ്ടിയാണ് ഇയാൾ ലഹരി കടത്തിന്റെ ഇടനിലക്കാരനായത്. അറസ്റ്റിന് പിന്നാലെ ഇയാളെ ലഹരി പരിശോധനയ്ക്ക് വിധേയനാക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം പുറത്തു വന്നത്. കൊക്കൈൻ, MDMA, മെത്താഫെറ്റമൈൻ തുടങ്ങിയ മാരക ലഹരി മരുന്നുകൾ ഉപയോഗിച്ച ശേഷമാണ് ഇയാൾ വിമാനം പറപ്പിച്ചിരുന്നത്. വിമാനത്തിൽ ഉണ്ടായിരുന്ന 100 കണക്കിന് യാത്രക്കാരുടെ ജീവൻ വെച്ചാണ് ലഹരിയിൽ ആറാടിയ ഈ പൈലറ്റ് കോക്പിറ്റിലിരുന്ന് കളി കളിച്ചത്. മുമ്പും ഇയാൾ സമാനമായ രീതിയിൽ ഇന്തോനേഷ്യയിലേക്കും മലേഷ്യയിലെ വിവിധ ഭാഗങ്ങളിലേക്കും മയക്കുമരുന്ന് കടത്തിയിട്ടുണ്ടെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും കടുപ്പമേറിയ മയക്കുമരുന്ന് വിരുദ്ധ നിയമങ്ങളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്തോനേഷ്യ. കുറ്റം തെളിയിക്കപ്പെട്ടാൽ പൈലറ്റിന് ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ വെടിവെച്ചുള്ള വധശിക്ഷയോ തന്നെ ലഭിച്ചേക്കാം. നിലവിൽ ഇന്തോനേഷ്യയിൽ വധശിക്ഷ നടപ്പാക്കുന്നതിന് താൽക്കാലിക വിലക്കുണ്ടെങ്കിലും 400-ലധികം കുറ്റവാളികളും 90-ഓളം വിദേശികളും ഇപ്പോഴും അവിടെ വധശിക്ഷ കാത്ത് ജയിലുകളിൽ കഴിയുന്നുണ്ട്. കടുത്ത നിയമ നടപടികളാണ് മലേഷ്യൻ പൈലറ്റിനെയും കാത്തിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുകയാണെന്നും നിയമനിർവഹണ ഏജൻസികളുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും മലേഷ്യൻ എയർലൈൻസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം തെറ്റായ നടപടികളോട് യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കില്ലെന്നും കമ്പനി പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഒരു അജ്ഞാതൻ വാഗ്ദാനം ചെയ്ത 50,000 മലേഷ്യൻ റിഗിറ്റിന് വേണ്ടിയാണ് സ്വന്തം കരിയറും ജീവിതവും തകർത്ത പൈലറ്റ് ഈ വൻ ലഹരി മരുന്ന് കടത്തിന് മുതിർന്നത്. അതായത് ഏകദേശം 16 ലക്ഷത്തിലധികം രൂപ ഇയാൾക്ക് ഇതുവഴി ലഭിക്കും. ഇത് ഇയാൾ അന്വേഷണ ഉദ്യോഗസ്ഥരോടും സമ്മതിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പ്രതികരിക്കാൻ മലേഷ്യൻ എയർലൈൻസ് തയ്യാറായില്ലെങ്കിലും ജീവനക്കാരുടെ തെറ്റായ പെരുമാറ്റത്തോട് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നയമാണ് കമ്പനിക്കുള്ളതെന്നും അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചതായും ബന്ധപ്പെട്ട അധികാരികളുമായി തങ്ങൾ സഹകരിക്കുമെന്നും എയർലൈൻസ് അധികൃതർ അറിയിച്ചു. ഇന്തോനേഷ്യൻ നിയമപ്രകാരം ഇയാൾക്ക് വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ലഹരി മരുന്ന് കടത്തുകയാണെങ്കിൽ വധശിക്ഷ നൽകാൻ പോലും കർശന നിയമമുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. എങ്കിലും കഴിഞ്ഞ കുറെ വർഷങ്ങളായി അവിടെ വധശിക്ഷ നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അവസാനമായി 2016-ലാണ് ഇന്തോനേഷ്യയിൽ വധശിക്ഷ നടപ്പിലാക്കിയത്. അന്ന് ലഹരി മരുന്ന് കേസിൽ കുറ്റക്കാരായ ഒരു ഇന്തോനേഷ്യൻ പൗരനെയും 3 നൈജീരിയക്കാരനെയുമാണ് ഫയറിംഗ് സ്ക്വാഡ് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. വിദേശത്തു നിന്നും മസ്കറ്റ് വഴിയും തിരുവനന്തപുരം, കരിപ്പൂർ വിമാനത്താവളങ്ങൾ ലക്ഷ്യമാക്കിയും സിന്തറ്റിക് ലഹരി മരുന്നുകളായ MDMA കടത്താൻ ശ്രമിച്ച നിരവധി പ്രതികൾ പിടിയിലായിട്ടുണ്ട്. കേരളത്തിൽ മാത്രം DRI ഈ സാമ്പത്തിക വർഷം 70 കോടിയിലധികം രൂപയുടെ മയക്കുമരുന്നുകളാണ് പിടിച്ചെടുത്തത്. ലഹരി സംഘങ്ങൾ കസ്റ്റംസ് പരിശോധനകൾ വെട്ടിക്കാൻ അതീവ വിചിത്രമായ മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതായത് ചോക്ലേറ്റുകൾ, കേക്കുകൾ, ബിസ്ക്കറ്റുകൾ എന്നിവയിൽ സിന്തറ്റിക് ഡ്രഗ്സ് കലർത്തി രൂപമാറ്റം വരുത്തുന്നു. ഒപ്പം തന്നെ സോപ്പ് കട്ടകളുടെ രൂപത്തിൽ മാരക ലഹരി മരുന്നായ മെത്താക്വലോൺ സാധാരണ സോപ്പ് കട്ടകളുടെ രൂപത്തിലാക്കി പാക്ക് ചെയ്ത് കടത്താൻ ശ്രമിക്കുന്നു. ലഗേജുകളിലും വസ്ത്രങ്ങളിലും കട്ടിപ്പൊടിയാക്കിയോ ദ്രാവക രൂപത്തിലാക്കിയോ വസ്ത്രങ്ങളുടെ തുന്നലുകൾക്കിടയിലും ബാഗുകളുടെ രഹസ്യ അറകളിലും ഒളിപ്പിക്കുന്നു.
ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം മയക്കുമരുന്നുകൾ പ്രധാനമായും ബാങ്കോക്ക്, മലേഷ്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇവ പലപ്പോഴും ദുബായ്, ഖത്തർ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങൾ വഴി തിരിച്ചുവിട്ടാണ് കേരളത്തിൽ എത്തിക്കുന്നത്. കേരള പോലീസ് ഈ ലഹരി മാഫിയകളെ തളയ്ക്കാൻ ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള കർശനമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിന് പുറത്തുള്ള കൊറിയർ സർവീസുകൾ, ഡ്രോപ്പ് ഡെലിവറി കേന്ദ്രങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചും അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. വിമാനത്താവളങ്ങളിലെ തിരക്ക് മുതലെടുത്ത് ലഹരി സംഘങ്ങൾ സാധാരണക്കാരായ യാത്രക്കാരെ ചതിയിൽപ്പെടുത്താറുണ്ട്. അപരിചിതരോ സുഹൃത്തുക്കളോ നൽകുന്ന പാഴ്സലുകൾ, സമ്മാനങ്ങൾ എന്നിവ അവരുടെ അഭ്യർത്ഥന പ്രകാരം സ്വന്തം ലഗേജിൽ കൊണ്ടുപോകരുത്. സ്വന്തം ബാഗുകൾ എപ്പോഴും നിരീക്ഷണത്തിൽ സൂക്ഷിക്കുക. നിയമവിരുദ്ധമായ എന്തെങ്കിലും വസ്തുക്കൾ നിങ്ങളുടെ കൈവശം കണ്ടെത്തിയാൽ കടുത്ത ജയിൽ ശിക്ഷയോ വധശിക്ഷയോ വരെ ലഭിക്കും. അതായത് ഒരു യാത്രയും അത്ര സുരക്ഷിതമാകണമെന്നില്ല. ഇപ്പോൾ ഇവിടെ പൈലറ്റാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ മയക്കമരുന്ന് കടത്തിയിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള സംഘങ്ങൾ നമ്മളെയും ചതിക്കുഴിയിൽ വീഴ്ത്താനായിട്ട് കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് യാത്രകളിലടക്കം, പ്രത്യേകിച്ച് വിമാനയാത്രകളിൽ, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കുള്ള യാത്രകളിലൊക്കെ തന്നെ സൂക്ഷിക്കുക. അപരിചിതരെ ഒരു അകലം പാലിച്ച് തന്നെ എപ്പോഴും നിർത്താൻ ശ്രമിക്കുക.